കേരളത്തിൽ പുതുതായി അധികാരത്തിൽ വന്ന സംസ്ഥാന സർക്കാർ ഒരു ധനകാര്യ സ്റ്റാറ്റസ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളാണ് കുത്തി നിറച്ചത്. ഇത് പൊതുജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടുന്നതിനു വേണ്ടി വസ്തുതകളുടെ ധവളപത്രം എന്ന ഇത്തരമൊരു പ്രസിദ്ധീകരണം തയ്യാറാക്കിയിരിക്കുകയാണ്. അതോടൊപ്പം സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റുണ്ട്. ആ ബജറ്റിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു അവലോകനവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകൾ വിശദമായി പ്രതിപാദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നില്ല. അതൊക്കെ വിശദമായി തന്നെ ഈ തയ്യാറാക്കിയ വസ്തുതകളുടെ ധവളപത്രത്തിലുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ടുമുണ്ട്. പ്രധാനമായും 5 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തത്, നമ്മുടെ പൊതുമണ്ഡലത്തിലാകെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അസത്യമുണ്ട്. അത് 10 വർഷം LDF നാട്ടിൽ ഭരണം നടത്തിയപ്പോൾ സംസ്ഥാനത്തിൻ്റെ ആകെ ബാധ്യതകൾ അനിയന്ത്രിതമായി ഉയർന്നു എന്നതാണ് പ്രചരിപ്പിക്കപ്പെടുന്ന വസ്തുതാവിരുദ്ധമായ കാര്യം. ഇവിടെയാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചാൽ ഈ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് എന്ന് കാണാൻ കഴിയും. നമുക്കറിയാം, 10 വർഷത്തെ LDF ഭരണകാലത്തിന് മുൻപ് 2011-16 UDF ആയിരുന്നു കേരളത്തിൽ ഭരണം നടത്തിയിരുന്നത്. ആ കാലയളവിൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യത 1.93 മടങ്ങാണ് വർദ്ധിച്ചത്. ഇത് 2011-16 കാലത്തെ കണക്ക്. എന്നാൽ 2016-21 കാലയളവിൽ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന 5 വർഷക്കാലം, ആ ഘട്ടത്തിൽ ഈ കടബാധ്യത 1.93 മടങ്ങ് അതിൽ നിന്ന് കൂടുകയല്ല ചെയ്തത്, അതിൽ നിന്ന് കുറയുകയാണ് ഉണ്ടായത്. 1.86 മടങ്ങായി കുറയുകയുണ്ടായി. ഇത് പിന്നീടുള്ള 2021-26 വർഷമായപ്പോൾ ആ കാലയളവിൽ ആ 1.86 നിന്ന് വീണ്ടും ചുരുങ്ങി 1.6 മടങ്ങായി കുറയുന്ന നിലയുണ്ടായി. അപ്പോൾ UDF കാലയളവിൽ 1.93, അതിന് തൊട്ടു പിന്നാലെയുള്ള 5 വർഷം 1.86, പിന്നീടുള്ള 5 വർഷം 1.6. അപ്പോൾ നല്ല കുറവ് ഈ കാര്യത്തിൽ LDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായി എന്നാണ് കാണാൻ നമുക്ക് സാധിക്കുക. മറ്റൊരു കാര്യം, കടബാധ്യതയും ആഭ്യന്തര വരുമാനവും തമ്മിലുള്ള അനുപാതമാണ്. ഇത് കോവിഡ് കാലത്ത്
38% ഉയർന്നിരുന്നു. എന്നാൽ പിന്നീടുള്ള 5 വർഷം ഈ അനുപാതം ഏകദേശം 34% കുറയുകയുണ്ടായി. ഇത്തരം കണക്കുകൾ പൂർണ്ണമായി മറച്ചു വെക്കുകയാണ് സംസ്ഥാന സർക്കാർ. എന്നിട്ട് അതിനു പകരം 5 ലക്ഷം കോടിയിൽ പരം കടമുണ്ട് എന്നാണ് സർക്കാർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് ബോധപൂർവം തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമമാണ്. 2016 മുതൽ 26 വരെയുള്ള ആ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്ത് ധനദൃഢീകരണ ഉദ്യമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെ മുഴുവനായി താറടിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്. രണ്ടാമത്തെ കാര്യം, കേരളത്തിൽ ധൂർത്താണ് ഒരു ഭാഗത്ത് പ്രചരണം. അതോടൊപ്പം നികുതിയുടെ കാര്യത്തിൽ കെടുകാര്യസ്ഥയായിരുന്നു എന്നൊരു പ്രചരണം. ഇതെല്ലാം പൂർണ്ണമായും വ്യാജ നിർമ്മിതിയായിട്ടാണ് വരുന്നത്. ഇക്കാര്യത്തിലും എന്താണ് വസ്തുത? നമ്മുടെ രാജ്യത്തെ പൊതുവായ നില നോക്കിയാൽ സംസ്ഥാനത്തിൻ്റെ റവന്യൂ ചെലവുകളുടെ 60% തനത് റവന്യൂ വരുമാനത്തിൻ്റെ വിനിയോഗത്തിൽ നിന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് 60% ചെലവും തനത് റവന്യൂ വരുമാനത്തിൻ്റെ വിനിയോഗത്തിൽ നടക്കുന്നു. എന്നാൽ രാജ്യത്തെ ആകെ സംസ്ഥാനങ്ങളുടെ ശരാശരി 50%-ന് താഴെയാണ്. കഴിഞ്ഞ 5 വർഷ കാലയളവിൽ തനത് നികുതി വരുമാനം ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കാണേണ്ട ഒരു കാര്യം, GST ഘടനയിൽ വന്ന മാറ്റങ്ങൾ, അതോടൊപ്പം അഖിലേന്ത്യാ തലത്തിലുണ്ടായ ബോധപൂർവമായ പോരായ്മകൾ, ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനത്തെ പ്രതികൂലമായി ബാധിക്കുകയുണ്ടായി. ഇതെല്ലാം കഴിഞ്ഞ സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത്.